ഞാൻ ഈ ലോകം കണ്ടത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഉമ്മാന്റെ അടുത്തൂടെയാ, അഥവാ ഉമ്മാന്റെ ഗർഭപാത്രത്തിലൂടെയാ. അതുകൊണ്ട് ആ ബഹുമാനവും ആദരവും സ്ത്രീക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് പരാതി പറയാറുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചിലർ പോലും പറയും, മുഹമ്മദ് നബി ഇന്നാളൊരാൾ പറഞ്ഞതാ, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ, എന്തേ പിന്നെ എന്താ ഇപ്പൊ ഓക്കെ? അല്ല നബി ആ 12 കെട്ടി ഇല്ലായിനെങ്കിലും നമുക്ക് ശത്രുക്കളുടെ പിടിച്ചു കഴിഞ്ഞു. 12 കെട്ടിയതിന് കാരണങ്ങളുണ്ട്. ഇന്ന് ചില മനുഷ്യന്മാര് വേഷം മാറി മീശയും വടിച്ച് അല്ലെങ്കിൽ താടിയും നീട്ടിയിട്ട് പൊന്നാനിച്ചെന്ന് തൊപ്പിട്ട് കെട്ടാൻ പാഞ്ഞതല്ല. മക്കയിലും മദീനയിലും വൃദ്ധകളും വിധവകളും ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ ഭാര്യ, ആരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധകള്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിഗണിക്കാൻ തീരുമാനിച്ചു. ഇനി കൊടിയത്തൂരോ നന്മണ്ടയോ എന്നെക്കാളും 10 വയസ്സിന്റെ മൂപ്പുള്ള ഒരു താത്താനെ 4 ദിവസം ചെന്ന് നോക്കിയാൽ മതി, 5-ാം ദിവസം എനിക്ക് പേര് വേറെ വെക്കും, വേലിയാട്ടക്കാരൻ, അവിഹിതം. ആ പറച്ചിലും സങ്കടവും ആ പെണ്ണിനെ പോലും കുടുംബത്തെ പോലും സങ്കടപ്പെടുത്താതിരിക്കാൻ വൃദ്ധകളും വിധവകളുമായ സ്ത്രീകളെ, ഒറ്റപ്പെട്ടു പോയ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബുള്ള കയ്യിലുള്ള മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നവരെ പൊന്നോല നോക്കിയതാ. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പോ 2ാമത്തെ മേലേക്ക് കെട്ടാനോടിയല്ല, ആ വെപ്രാളത്തിൽ കെട്ടിക്കൊണ്ടോന്നുമല്ല. ആ 12 ഭാര്യമാരും മരിക്കുമ്പോൾ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പ്രവാചകരെ അങ്ങയുടെ മണവാട്ടിയായി ജീവിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. 12 എണ്ണം കെട്ടിയ റസൂലുള്ളാഹിനോട് 12 ഭാര്യമാരും മുഖത്തോക്കി പറഞ്ഞതാ, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബെ നിങ്ങളെ മണവാട്ടി ആവാനാ താല്പര്യം. ഇനി ഒന്ന് കെട്ടിയ നമ്മളോട് പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കാണ്ടി. പെണ്ണുങ്ങൾ അറിയും സ്വർഗത്തിൽ നിങ്ങളാണ്, എനിക്ക് ആ സ്വർഗം വേണ്ടാന്ന്. അങ്ങനെയല്ല, തമാശക്ക് വേണ്ടി പറയല്ല, ഒന്നിനെ കൊണ്ടടക്കാനാകുന്നില്ല. ആ ഒന്നിന്റെ അടുത്ത് തന്നെ കുറ്റം എഴുതി ചോദിച്ചാൽ ഒക്കെ ഒരു നോട്ട് ബുക്ക് മതിയാകാതെ വരികയും ചെയ്യും. മുക്കത്താ ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ 2ാമത്തേന് തെറി, പിയാപ്പിളയൊക്കെ ഉഷാറാണ്, തിന്നാനൊക്കെ കൊണ്ടുത്തരും, പിന്നെന്താ തൊള്ള സഹിക്കാനാകില്ല, തെറിയോ തെറി. ഒന്ന് കഴിഞ്ഞാൽ 2ാമത്തേന് തല്ലുന്നവരുണ്ട്. ഇപ്പോഴും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാ സഹിക്കുക? ഞാൻ എൻ്റെ മൂത്ത മോക്ക് ഇപ്പൊ 9 വയസ്സ്, 9ാം ക്ലാസ്സിലാ. ഞാൻ ആ പെണ്ണിന്റെ മുഖത്തേക്ക്, എൻ്റെ മോളെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഭാര്യനോട് പറയും, സുബ്ഹാനല്ലാഹ്, ഇനി ഒരു 6-7 കൊല്ലം കൂടി എൻ്റെ മോളിൻ്റെ പേരുണ്ടാവും, അത് കഴിഞ്ഞാൽ ഏതോ കുടുംബത്തിൻ്റെ അകത്ത് പോകണ്ടോളാ. ആ പൊന്നുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട്. പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കും ഉമ്മാർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എൻ്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു പിയാപ്പിളിനെയും കുടുംബവും കിട്ടണേ റബ്ബേന്ന്. ഓ മൊഞ്ചനും സുന്ദരനും ഗ്ലാമറുള്ളവനും ആണെന്നൊന്നുമല്ല. എൻ്റെ മോളെ പലപ്പോഴും നിക്കാഹിന് വേദിയിലിരിക്കുന്ന വാപ്പ അങ്ങനെ കൈ പിടിക്കാൻ നേരത്ത് കണ്ണു നിറഞ്ഞുറ്റൊന്ന് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ കാക്ക കരയണത്? അപ്പം എന്നോട് അറിയും, 2 സങ്കട അവസ്ഥാതെ. ഒന്ന് എൻ്റെ മോൾ ഇറങ്ങിപ്പോകുന്നത്, 2 എൻ്റെ മൂത്ത മോൾ അവസ്ഥ ആലോചിച്ചതിൻ്റെ പേരിൽ. അതെന്താ? ഇതേപോലെ കൈ പിടിച്ചു കൊടുത്തതാ, അപ്പൊ പൊരയിലുണ്ട്, ഓൻ്റെ അത്ര വെറുക്കപ്പെട്ടോ നാറി വേറല്ല. ആദ്യമൊക്കെ നല്ലോനായിരുന്നു, പിന്നെയാണ് ഓൻ്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത്. തല്ല് കിട്ടിയിട്ട് എൻ്റെ മോക്ക് ജീവനില്ല, തിന്നാൻ കൊടുക്കൂല, ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമല്ല, പേടിച്ച് ജീവിച്ചതാ 12 കൊല്ലം മോളാ പൊരയില്. ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ കേട്ടോ, അത് ഭർത്താക്കന്മാരൊന്നും അറിയണം. നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല, അസാധുക്കൊക്കെ അറിയാം തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന്. വാപ്പയമ്മയും മരിച്ചുപോയാലും കൂടിയാണെങ്കിൽ സഹിച്ച് ജീവിക്കും. ഇനി ഞാനിപ്പോ പിണങ്ങിപ്പോയാൽ പടച്ചോൻ എൻ്റെ അമ്മക്കും ഉപ്പക്കും അതൊരു ദുരിതാവും, അവർക്ക് പിന്നെ ഒരു തീരാ സങ്കടാവും. ആപ്പയമ്മയും വരുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് സമാധാനത്തിൽ കുടുംബം നോക്കി അവസാനം പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ, കൊമ്പില്ലാത്തതിനെ കുത്തിത്തോൽപ്പിക്കൽ, അത് വലിയ ആണത്തൊന്നുമല്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആണുങ്ങൾ. നാട്ടിൽ നല്ല വിലയാ, കുടുംബത്തിനും നല്ല വിലയാ, പക്ഷെ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ പെണ്ണിനെ അറിയൂ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? നാട്ടിലെ പവറും പത്രാസും വില ഉണ്ടാക്കിയവനെന്നല്ല, വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചവനെന്നല്ല, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ, ഓനാ ഏറ്റവും നല്ല ആണ്. എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളാരും അല്ല, ഞാൻ കെട്ടിക്കൊണ്ടോന്ന് എൻ്റെ പെണ്ണിനിക്ക് ഇടുന്നതാ വില, അവൾ എനിക്ക് തരുന്നതാ വില. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ അവനാൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എൻ്റെ ഭാര്യ. പക്ഷെ ഇന്ന് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും നല്ല സ്വഭാവം കാണിക്കും, സ്വന്തം പെണ്ണിനോടൊരു തമാശ അറിഞ്ഞിട്ടുണ്ടാവില്ല.
സ്വന്തം പെണ്ണിനോടൊന്ന് നല്ലോണം പുഞ്ചിരിച്ച് വർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും അവൻ ഹായും കൂയും അയച്ചിട്ടും ഉണ്ടാവും. ആ കാലഘട്ട കൺമുൻപിൽ ആ അവസ്ഥയിലൂടെ ആ പല കുടുംബങ്ങളും പോകുന്നത്. അതുകൊണ്ടാണല്ലോ വീട്ടിന്റെ പോർച്ചിലെത്തുന്നതിന്റെ മുൻപ് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ മെസ്സേജ് പുരയിലെത്തി, നാളെ ബാക്കി. ആ കാലഘട്ട കൺമുൻപിൽ വഞ്ചനയും ചതിയും എന്നു വേണ്ട അഭിനയങ്ങളുടെ കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ പല വീടുകളും. ദുനിയാവിൽ ഇതൊന്നും ആരും അറിയൂല. കാരണം പടച്ചോൻ സംരക്ഷിച്ചു കൊണ്ടെടുക്കുന്നതേ ഒരുപാട് മനസ്സ് സങ്കടപ്പെടാതിരിക്കാനാ, ഒരുപാട് കണ്ണുകൾ നിറയാതിരിക്കാനാ. അല്ലാണ്ട് പടച്ചോന്റെ കൈകൊണ്ടാട്ടോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊന്നും വലിയ പോരിശ വിചാരിക്കണ്ട. 1000 കുടുംബങ്ങൾ കണ്ണുനീരിലേക്ക് എത്താതിരിക്കാൻ പടച്ചോന്റെ മലക്കൾ വെറുത്തിട്ട് സഹിക്കുക, അല്ല അറിയിക്കാതെ കാത്തുപിടിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ, നമ്മളെ ഒരു നല്ല ആണെന്ന് പറഞ്ഞാൽ അല്ലേ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ മനസ്സറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നാ. അതുകൊണ്ട് ആ ഹഫ്സാ ബീവിക്ക് ഇഷ്ടമുള്ളത് റസൂൽ കൊണ്ടുകൊടുക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ആയിഷാ ബീവിന്റെ അടുത്ത് വന്ന് ഓട്ടമത്സരത്തിന് കൂടും. ആയിഷാ ബീവി മാവ് കുഴക്കുമ്പോൾ ഉറങ്ങിപ്പോകും. റസൂലുള്ള മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷാ ബീവിനെ വിളിച്ച് ഒരുമിച്ച് തിന്നും. എന്നാൽ ഉമ്മു ഹബീബാന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ള കാത്തിരിക്കും ഉമ്മു ഹബീബാന്റെ കൈപ്പുണ്യം അറിയാൻ. അറിഞ്ഞ് സ്നേഹിച്ചതാ അള്ളാന്റെ റസൂലുള്ള. വീട്ടിലിരിക്കുന്ന ആയിഷാ ബീവിനോട് ഒരിക്കൽ അള്ളാന്റെ ഹബീബ് വന്ന് ചോദിച്ചു, ആയിഷ, എത്യോപ്യക്കാർ അഭ്യാസം കാണിക്കുന്നുണ്ട്, എനിക്ക് പൂതിയുണ്ടോ കാണാൻ? ഉണ്ട് നബിയെ, കൂട്ടിക്കൊണ്ടുപോയി. ആഴ്ചയിൽ 30 മാസത്തിൽ 30 ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മോഹ പിയാപ്പിളന്റെ പേര് ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന്. അപ്പോഴേക്ക് ചിലർ തിരിച്ചു പറയും, 6 ദിവസം ഇപ്പം ആഴ്ചയിൽ ഞാൻ പുറത്തല്ലതിനോ, ഒരു ദിവസമെങ്കിലും സ്വൈര്യം കൊണ്ടുക. അറിയണം ഓരോ മനസ്സും. ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളെ ഉണ്ടാകൂ. ഞാൻ പറയാണ്ട് നാളെ ഒരു കുടുംബ പ്രശ്നത്തിന് പോയപ്പോൾ ഒരു ഉമ്മ പറയുക, കുട്ടിക്കളി മാറിയില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, ഓൻ പുറത്തിറങ്ങുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്ക് വന്ന് പറയുന്നത് കാണാൻ, നിങ്ങൾ പരിപ്പട കൊണ്ടുവരണേ, നിങ്ങൾ മസാല ദോശ കൊണ്ടുവരണേ, നാരങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ, അല്ലെ നെല്ലിക്കപ്പിലിട്ട്. പുരയിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ സ്വപ്നാണത്. ഓളു സ്കൂളിലൊക്കെ പഠിച്ചോളാ, ഓളു ഈ പുളിയച്ചാറും നെല്ലിക്കപ്പിലിട്ടും ഒക്കെ തിന്നോളന്നെയാ. ഓക്കും സ്വപ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഓളെ സ്വപ്നം നശിപ്പിക്കാനല്ല, മറിച്ചോളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് ചിറകു കൊടുക്കാനാ, അവളെ ആദരിക്കാനാ. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തു നോക്കി ഭാര്യമാര് പറഞ്ഞതും, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവണം. അതൊരു പെണ്ണ് നമ്മളെ മുഖത്തു നോക്കി പറയുന്നുണ്ടേ നമ്മളാണാ. അതിനാ പടച്ചോൻ സ്നേഹവും പ്രണയവും ഒക്കെ മനസ്സ് നിറയെ തന്ന്. മരിച്ച പെണ്ണിന്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്പിളിനോട് പറഞ്ഞു, എന്നാ ഇങ്ങേ ഒക്കെ ഒരു ഉമ്മ എടുത്താളാ. അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് കുറവാകുക. എന്താ? ഓളെ ഉമ്മ എടുക്കേ. അവസാനം മൂപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഉണ്ട് ചില കുടുംബത്തിൽ. ബാപ്പാരോടും കൂടിയാ പറയുന്നത്. 45-ാം വയസ്സിൽ മൂത്ത മോളെ കെട്ടിച്ചാൽ പിന്നെ ബാപ്പാര് സ്വയം വിചാരിക്കും ഞാൻ വയസ്സനായി എന്ന്. ഇല്ലട്ടോ, 53 കഴിഞ്ഞപ്പോ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച്. അതിന്റെ അർത്ഥം വേറെ പോയി കെട്ടണം എന്നല്ല. 53 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ ചുറുചുറുക്കുള്ള യുവാക്കളാ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 30-30 ഞാൻ നിങ്ങളപ്പനിട്ട് വണ്ടിമേൽ ഇനി ഓട്ടോറിക്ഷ വെച്ച് പോയാൽ മതി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അഥവാ അരേ കൂടെ കൈ ചുറ്റിയാ കുറവ്. രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരെ പോകാൻ മടി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ്. മൂപ്പര് വേറൊരു മൂലയിൽ പോയിരിക്കും, ഓള് വേറൊരു മൂലയിലും ഇരിക്കും. 50 വയസ്സുപോലും ആയിട്ടുണ്ടാവില്ല. മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞത്? 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിന്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത്. ആ 50 കഴിയുമ്പോഴേക്കും സ്വയം വയസ്സനാകുന്നും വേണ്ട, ഒന്ന് സന്തോഷിക്കണം. അപ്പം ഉമ്മാന്റെ കൈ പിടിച്ച് മൂപ്പര് അകത്തേക്ക് കയറി. പിറ്റേന്ന് മക്കളോട് പറഞ്ഞു, എന്നാ മക്കളെ ഉമ്മാന്റെ കൈ പിടിച്ചപ്പോൾ ഉമ്മാന്റെ കൈ നിറയെ ഇങ്ങനെ കറീന്റെ കത്തി കൊണ്ട് അടയാളുണ്ട്, ഒരു ഒര. മക്കൾ പറഞ്ഞു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉമ്മന്റെ കൈമേൽ അതുണ്ട്. വാപ്പ പിടിച്ചോക്കായിട്ടാ. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇക്കഴിഞ്ഞൊരു 10 ദിവസത്തിൻ്റെ അടുക്കോളെ കൈ പിടിച്ച് ഒന്ന് സലാം പറഞ്ഞു, വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല, ഒന്ന് കൈ പിടിച്ച് എനിക്കെന്തോ വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇനി കാര്യമാക്കണ്ട, ഞാൻ പോരും. ഇല്ല, ഞമ്മക്കൊക്കെ ചില ആളുകൾക്ക് ഭാര്യമാര് വെള്ളിയാഴ്ച നെയ്ച്ചോറുണ്ടാക്കാനും ഓട് ജുമാക്കോലും കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളിൽ പലർക്കും താല്പര്യമല്ല. എന്താ? ചില കുത്തുവ കേട്ട അമ്മക്ക് തന്നെ തോന്നും ഇതങ്ങാൻ ഓള് കെട്ടിയെനിക്ക് സൗകര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ചിലർ കൊണ്ടുപോകില്ല. ആ കാലഘട്ടം ഞാൻ ആക്ഷേപിക്കല്ലോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാണ് ജീവിക്കുന്നതെന്നാ. ഇതിൻ്റെക്കാൾ എത്രയോ അപ്പുറ രസം. എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ, എന്ത് സമാധാനാണെന്നറിയോ. വീട്ടിക്ക് കയറി ചെല്ലുമ്പം അവനാന്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല.
പക്ഷെ അതിനെന്ത് വേണം? നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം. അത് നമ്മൾ ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഭാര്യ പറയണം, ഇയാളിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബേ എന്ന്. സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്നറിയോ? മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരർത്ഥം വന്നതെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയേ ഉണ്ടാവും. പടച്ചോൻ പറയും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ്. അതാ ഏറ്റവും നല്ല ബന്ധം. അതൊരു വല്ലാത്ത ബന്ധമാണ്. നമ്മളൊക്കെ ഇപ്പോൾ പറയൂലേ, ഓളില്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ കെട്ടാന്ന്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കുക പോലും നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ തിരിച്ചൊല്ലുമ്പോൾ മയ്യത്താ വീട്ടിൻ്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ? നീണ്ടു നിവർന്ന് കിടക്കുന്ന അവളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, പടച്ചോൻ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന്? അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്നറിയോ? ഒക്കെ ഒരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല, ഓളപ്പൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല. നമ്മൾ പറയാറുണ്ട്, മാധവിക്കുട്ടീൻ്റെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചു പൊട്ടിപ്പോവും. ഒരടുക്കളൻ്റെ ഉള്ളിൽ കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക. അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാ. ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും, മക്കളും. അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും, പാ വിശക്കണ്. അപ്പൊ ഉപ്പ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോൻ ഇഷ്ടപ്പെട്ട ചമ്മന്തി, രണ്ടാമത്തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി, മൂന്നാമത്തോൻ ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച്, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ളൻ. അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരഞ്ഞു ചെയ്യുന്ന. അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിന്റെ ഭാരം ആരും അറിയാതെ കൊണ്ടിടക്കുന്നത്. ഞാനൊക്കെ പറയാറുണ്ട്, 4 ദിവസം പെണ്ണുങ്ങൾ പുരയിൽ നിൽക്കാൻ പോയാൽ നമ്മളെ സർവ്വസമാധാനവും പോയി. ഇട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും. ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് 2 ദിവസം നമ്മൾ വിചാരിക്കും അടുപ്പിച്ച് തിന്നാന്ന്. 2 ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവും മനുഷ്യരെ. 4 ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ 2-ാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും. അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാ. അത് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പോയി ഞാൻ ഓക്കിപ്പോൾ എന്താ ചെയ്യേണ്ട ഉസ്താദേ എന്ന് ചോദിച്ചു വരലല്ല പുണ്യം. ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തൻ്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി. ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നറിയോ? ചിലന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മളെ ഈ സൗന്ദര്യത്തിൽ ആണുങ്ങൾ മറന്നു വീകുന്നതെന്ന്. ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട്. പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ചു മിനിക്കുന്ന പുട്ടിയിട്ട മുഖത്തും ചുപ്പിച്ച ചുണ്ടുമ്മലുമാണ്. അതപ്പോഴത്തെ ഫാഷൻ. ഒരു പെണ്ണിന്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവത്തിനും പറ്റൂല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് അവളെ ഭർത്താവിന്റെ മുഖത്തുള്ള സമാധാന, അവള് കൊടുത്ത സമാധാനം. ഒരു വീട്ടിലെ പെണ്ണ് നല്ലോളാന്നറിയണേ, കെട്ടിയോനെ നോക്കിയാൽ മതി. ഓന്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ, മഹാനായ ഹബീബിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇമാം ഗസാലി പറയാ, അതാണ് പെണ്ണിന്റെ ഇസ്സത്ത്, നിങ്ങളുടെ അഭിമാനം. അത് കെട്ടിയോന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ? ഒരാൺ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരംശന്മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും. നിങ്ങൾക്ക് എന്ത് സുഖ, രാവിലെ പോയി പീടിയ കുത്തിരുന്നാ പോരെ, വൈകുന്നേരം ഷട്ടറിട്ട് പോന്നാ പോരെ? പോരാ. ഞാൻ ഈ ജോലി കിട്ടുന്നതിൻ്റെ സ്കൂൾ അധ്യാപകനാകുന്നതിൻ്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിന്റെ പീടികയിൽ നിന്നിരുന്നു കുറേ കാലം. അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കും അങ്ങനെ പ്രാർത്ഥിക്കും, പടച്ചമ്പുരാനെ ഇന്നലെ വിറ്റൊന്ന് തിരിച്ചു വരല്ലേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാണേ. ഇന്നലെ വിറ്റങ്ങാൻ തിരിച്ചു വരുന്നത് നമ്മളെ കവറ് കണ്ടാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ആന്തല. കാരണം എന്താ? ഇന്നലെ വിറ്റ പൈസ മൂത്തോക്ക് പൈസ അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും, രണ്ടാമത്തോക്ക് വേറെ എന്തിനാ കൊടുത്തിട്ടുണ്ടാവും. തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവനോ ഉള്ള ചീത്തയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണോ? ഞാൻ നോക്കട്ടെ കേട്ടോ, കൊടുത്തു നോക്കട്ടെ. ഓരോരുത്തരും നെഞ്ചുരുകി സമ്പാദിക്കുന്നതാ ഓരോ കാലണയും. എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങളുണ്ട്. AC കുത്തിരുന്നാൽ മതി എന്നാ ചിലർ പറയാ. ആ ഇരിക്കുന്നവൻ്റെ നെഞ്ചിന്റെ പെടച്ചിൽ നിങ്ങൾ അറിയാഞ്ഞിട്ടാ. ആ ഓരോ തിരിച്ചറിവോട് കൂടി ഒരായുസ് മുഴുവൻ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പടച്ചോനെ. ഞാൻ നാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സാധു ഈ മേലെ മുക്കത്ത് നിന്ന് അരീക്കോട്ടേക്ക് പോകുന്ന ആ വളവിൻ്റെ മേലെ നിന്നിട്ടൊരു 90 റുപ്യൻ്റെ ബിരിയാണിൻ്റെ കൈമലൊരു കാറും ഒരു ബിരിയാണിയും കാണിച്ചിട്ട് ഓനിങ്ങനെ വിലപേശിയ മുഴുവൻ കാറിൻ്റെ ഡ്രൈവറെ നേരെ നോക്കിയിട്ട് ഓനിങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക. ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാളോട് ചോദിച്ചു, എത്ര എണ്ണം കൊണ്ട് നമുക്ക് 30 എത്ര എണ്ണം ചിലവായി? 3 എണ്ണം.
1:45 സമയമാണ്. ഞാൻ ചോദിച്ചു എപ്പം വന്നതാ? ഞാനൊരു 10:45 എത്തിയിട്ടുണ്ട്. ഒരാണ് വേർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാരെ നിങ്ങളെ ഭാഗ്യം. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇപ്പോഴും തിന്നുന്നത് ആരുതാന്നറിയോ? നിങ്ങൾ പോലും അറിയാതെ ഒരാണ് അവന്റെ വേർപ്പ്, അവന്റെ ചോര വേർപ്പാക്കി മാറ്റിയതാ. നിങ്ങളിപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നത് ആരുതാന്നറിയോ? നിങ്ങളും മക്കള് പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ടിരിക്കാൻ വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിന്റെ ഉള്ളിലും ഒറ്റക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചെഴുന്നേറ്റ് പോകുന്ന ഒരാണിന്റെ അവന്റെ ജീവന്റെ ബാക്കി അങ്ങളെ സന്തോഷം. ഓങ്ങൾക്ക് തന്ന അവന്റെ ആയുസിന്റെ ബലമാ അങ്ങളെ സമാധാനം. ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാട്ടിലേത് കുടുംബക്കാരുടെ നിങ്ങൾക്ക് വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതേ അള്ളാന്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ, കയറി വരുമ്പോൾ ഫഇദാ നലർത ഇലൈഹ സർറതുക, ഓൻ എൻ്റെ നേരെ ഒന്ന് നോക്കി, ഓൻ്റെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി. അള്ളാന്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും ഭാര്യമാര് വാതിൽ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുള്ളാഹിക്കുള്ള കാരക്ക് എടുത്തു വരും. ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും. എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും. ഇത് മാത്രമേ ഈ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരാണായതുകൊണ്ട് പറയാ, അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. പുരയിലേക്ക് കയറി വരുമ്പോൾ അവനാന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ഭാര്യ, ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നൊരു ഭാര്യ, തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യിന്മേലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്ന ഒരു ഭാര്യ, കയറി വരുന്ന സമയത്ത് ആശ്വാസത്തോടു കൂടി ഒന്ന് ചിരിച്ചോണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്ന് മുഖം നന്നാക്കിയിട്ടെങ്കിലും നിൽക്കുന്ന ഒരു ഭാര്യ. ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞല്ല, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. അതിനു പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരിക്കുന്ന ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഞാൻ അവസാനിപ്പിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി വഫാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ. അള്ളാന്റെ ഹബീബിന് വല്ലാത്ത ശ്വാസം മുട്ടൽ തുടങ്ങി. കയ്യിലുള്ളൊരു തോർത്തുമുണ്ട് റസൂലുള്ളാഹി മുഖത്തേക്കിടും, മുഖത്തുനിന്ന് വലിച്ചു മാറ്റും. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് കണ്ട് ഓടി വന്ന് റസൂലിന്റെ അടുത്ത് മടിക്കടത്തി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലെ നിങ്ങൾക്ക് പറ്റിയത്? 13 ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള 12 ദിവസവും കാണിക്കാത്ത വെപ്രാളം, ശ്വാസം മുട്ടൽ കാണിച്ചപ്പം ആയിഷ ബീവി ചോദിച്ചു, റസൂലെ എന്താ അങ്ങക്ക് പറ്റിയേ? അള്ളാന്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു, ആയിഷ, നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട്. അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണം അത് ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ, അതിന്നെ കൊണ്ടുപോകും. ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഉണ്ടാവൂല ആയിഷ. അത് കേട്ട ആയിഷ ബീവി എന്ന നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ ഭാര്യ ചെയ്യുന്ന എന്താണെന്നറിയോ? റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക. പല്ല് തേച്ച് വിവരമറിയാൻ കയറി വന്ന ആങ്ങള അബ്ദുറഹ്മാന്റെ കൈമന്ന് പല്ല് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് 2-3 തവണ റസൂലുള്ളാന്റെ പല്ല് ഏൽപ്പിച്ചു കൊടുക്കുക, ആ ശ്വാസം മുട്ടുന്നതിൻ്റെ ഇടക്ക് ആയിഷ ബീവി. കാരണം ആയിഷ ബീവിക്ക് അറിയാം റസൂലുള്ളാഹിക്ക് പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടക്കിടക്ക് റസൂലിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാക്കിന്റെ കൊള്ളിക്കഷണം ഉണ്ടാകുകയായിരുന്നു എന്നാ. പിന്നെ തണുത്ത വെള്ളം അടുത്തുകൊണ്ട് ചതെടുത്തിട്ട് റസൂലുള്ളാന്റെ മുഖത്താകെ ഇങ്ങനെ തടവി കൊടുക്കും. അള്ളാന്റെ ഹബീബിന് തണുത്ത വെള്ളം കൊണ്ട് മേല് തടവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവിരലുകൾ ഉയർത്തി മരിച്ചു വീണതാ, വഫാത്തായതാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് യാത്രയാക്കിയ ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ ബീവി. പിന്നെ 76-ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം എന്താണെന്നറിയോ? അവസാന സെക്കൻഡിൽ ഞാൻ ആ അറാക്കിൻ്റെ കൊള്ളിക്കഷണം ചവിച്ചരയ്ക്കുമ്പം ആ ചവച്ചരച്ച ഉടനെ ഞാൻ റസൂലിൻ്റെ പല്ലേൽപ്പിച്ചിട്ടുണ്ട്. അന്നിൻ്റെ ഉമനീരും റസൂലുള്ളാന്റെ ഉമനീരും കൂടി യോജിച്ചപ്പം ആ സങ്കടത്തിൻ്റെ ഇടയിലും റസൂലിൻ്റെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട്, അതെനിക്ക് മറക്കാനാവൂല. നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ, ഓന്റെ സങ്കടം അറിയുന്നോളാ. മരിച്ചടക്കുന്ന ഭർത്താവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ നേരത്ത് പിയാപ്പന്റെ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് മക്കളോട് പറഞ്ഞു, അമ്മ മക്കളെ ഉമ്മാപ്പാന്റെ കണ്ണൊക്കെ കറുത്തുപോയിട്ടുണ്ട് എന്ന്. മക്കൾ പറഞ്ഞു, ഉപ്പാക്ക് മുമ്പേ കറുത്തിട്ടുണ്ട് ഉമ്മ ഒന്ന് നല്ലോണം നോക്കായിട്ടല്ലേ. ഇപ്പം അങ്ങനെയാ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ പിയാപ്പന്റെ കൈ പിടിച്ചിട്ട്? നിങ്ങൾക്ക് എന്തോ വേദന ഉണ്ടോ, സങ്കടമുണ്ടോ, നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള ബേജാറ്, എന്നെ പറ്റി നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ? ഇതൊന്നും ചോദിക്കൂല.
അവസാനം മരിച്ചടന്നാൽ ചിലർ കാണാൻ ബാവിട്ട് നിലയിട്ട് ഇങ്ങയും കൊണ്ടുവച്ച് പോയില്ല, ഇങ്ങയും കൂടി അങ്ങ് കൊണ്ടുപോയിക്കൂടാനോന്നൊക്കെ ചോദിക്കല്. അതൊന്നും സ്നേഹമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി. ആ ബന്ധങ്ങളിൽ പിന്നുള്ള പവിത്ര ബന്ധമാണ് അയൽവാസികളും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇന്നതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് പറഞ്ഞു, അയൽവാസികളോടുള്ള ബാധ്യതയെപ്പറ്റി പടച്ച റബ്ബിന്റെ വിശദീകരണവും റസൂലുള്ളാന്റെ കൗലും കേട്ടപ്പം നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് കൊടുക്കണമെന്ന് റസൂല് പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കക്കാരനോടാവണം. അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതില് നിങ്ങൾ പൊളിച്ചു കളയണം. നിങ്ങളെങ്ങാനും കറിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിന്റെ ഗന്ധം അയൽപ്പക്കത്തേക്കുണ്ടെങ്കിൽ അവനെയും കൂടി പരിഗണിച്ചിട്ടേ നിങ്ങൾ ആ കറി പാകം ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാ ഇസ്ലാമിന്റെ നിലപാട്. നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനാരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബത്തിനോട് റസൂൽ ചോദിച്ചു, മൻ മുസ്ലിം മൻ മുഅ്മിൻ, ആരാണ് മുസ്ലിമും മുഅ്മിനും? 5 വക്ത് നമസ്കരിക്കുന്നവനും നോമ്പ് വെൽക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും അല്ല. വഹ്സിൻ ഇലാ ജാരിക് ഫതകുൻ മുസ്ലിമൻ ഫതകുൻ മുഅ്മിനൻ. നിങ്ങൾ അയൽവാസികളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവർ ആരാണോ അവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. നിങ്ങളൊരു വിശ്വാസിയാണെന്ന് നിങ്ങൾ അയൽവാസി പറയണം. അപ്പൊ ഞാൻ നല്ലൊരു വിശ്വാസിയാന്ന് ആരാ പറയേണ്ടത്? നിങ്ങളല്ല. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രാസംഗികനാന്ന് പറയാനുള്ള കഴിവേ. ഞാനൊരു നല്ല വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് എൻ്റെ അയൽപ്പക്കത്ത് നിൽക്കുന്ന കാക്കയാ, എൻ്റെ അയൽവാസിയാ. എൻ്റെ അയൽവാസി പറയണം പ്രസംഗിക്കുന്നതിന് കാര്യം കേട്ടോ, ഓൻ അയൽപ്പക്കത്തുള്ള ഞങ്ങളുടെ ഒരു സമാധാനമാണ്. എന്തിനു ഓടിച്ചല്ല, എന്ത് സങ്കടമെങ്കിലും എന്ത് ചോദിച്ചാലും, ഇനി വെള്ളമല്ലെങ്കിൽ പോലും ആ പൈപ്പ് ഇങ്ങിട്ടിട്ട് തരാൻ. ഇന്നതൊന്നുമില്ല. 18 തികഞ്ഞ നമ്മളെ മകള് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം 22 വയസ്സായിട്ടും അയൽവാസിക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അപ്പൻകുട്ടി അപ്പൊരേ നിന്ന് കൂടെ പഠിച്ച താഴെയുള്ള അപ്പൻകുട്ടീനെ നോക്കി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹ് പറയാ, പടച്ചോൻ വെറുതെ വിടൂല ഓരോരുത്തരെ. തൊട്ടയൽപ്പക്കക്കാരൻ ഭഷ്ടിക്ക് വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെപ്രാളപ്പെടുമ്പം യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കി പൊരയിൽ പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് കളയുന്നവരാണെങ്കിൽ എന്ത് ഇസ്ലാമോ മനുഷ്യരെ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത്? തോരാത്ത മഴയത്ത് ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴിൽ ഓടൊന്നു മാറ്റി വാർപ്പാക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, തന്റെ നിലത്തൊന്ന് ഭംഗിയാക്കുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു ചെറിയ ടൈലെങ്കിലും വിരിക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, ലേറ്റസ്റ്റ് മോഡൽ ഗുജറാത്തി ടൈലോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വന്ന മാർബിളോ കണ്ടതിന്റെ പേരിൽ വിരിച്ചത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ പത്രാസ് കാണിക്കുന്നവനാണെങ്കിൽ എന്ത് ഇസ്ലാമാ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത്? എന്ത് ദീനാ നമുക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത്? അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം. അയൽപ്പക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നവൻ. ഓനെക്കാട്ടിലും വലിയൊരു നാറിയൊരു നാട്ടിലില്ല. എന്നെ വിശ്വസിച്ച് എന്നെ അടുപ്പിച്ച അയൽവാസിയുടെ പെണ്ണിനെ മോശം കണ്ണോടെ നോക്കുന്നവനെക്കാളിലും വൃത്തികെട്ടവൻ ദുനിയാവിൽ വേറല്ല. എന്തേ അത് പറയാനുള്ള കാരണം? അതൊരു വിശ്വാസ. ഞാനിപ്പോഴും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചേൽപ്പിക്കുന്നുണ്ട്, ആശുത്തങ്ങൾ ഒന്നും ഇങ്ങോട്ട് കണ്ണു കൊടുക്കണേ. പലപ്പോഴും 1 മണിക്കും 2 മണിക്കും നാട്ടിലെത്തും. എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ പൊരൻ്റെ മുറ്റത്തുള്ള വിളക്കിനെ പോലെ തന്നെ ഒരു ട്യൂബ് അപ്പുറത്തെ പൊരയിൽ ഇറപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ടിച്ചിട്ടുണ്ടാവും. ആ തിരിച്ചറിവാണ് ഇസ്ലാം. ആ ബന്ധമാണ് സൗഹൃദം, ആ ബന്ധമാണ് സ്നേഹം. അയൽപ്പക്ക ബന്ധങ്ങൾ പോലും ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹൃദയ എന്ന ഈ ഒരു വേദി ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സന്തോഷിക്കാനും തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നന്മയാണ്. ആ നന്മ ഇനിയും തുടരണം. പരസ്പരം സഹകരിച്ചും എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അത് കൊടുത്തും ഇണങ്ങിയും ഏറ്റവും നല്ല ആസ്വാദനത്തോടെ ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഞാനത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ഒരുപാട് ആളുകളും വസിയത്ത് ചെയ്തിട്ടുണ്ട് മക്കളുണ്ടാവാത്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹുവേ, ഓരോ കുടുംബത്തിനും മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. കുടുംബജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്.
ആരുടെ സ്വഭാവത്തിനാണോ റബ്ബെ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുഅ്മിനായി, മാതാപിതാക്കളുടെ തൃപ്തി കിട്ടി മരിക്കുന്ന ഒരു നല്ല മക്കളായി, മക്കളോട് നീതി കാണിച്ച മാതാപിതാക്കളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു ഉപഹാരം തന്നതിനും എൻ്റെ വാക്ക് കേട്ടതിനും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. വേറൊന്നും വേണ്ട. കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഈ പറഞ്ഞതുപോലെ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ലട്ടോ. ഇനിയോ ഇൽമു കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈമാനോടെ ജീവിക്കാനും ദഅവത്ത് നടത്താനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.